സിനിമ എന്താ നമ്മളെ പഠിപ്പിച്ചിരുന്നു. പോട്ടെ, ഞാൻ പിക്ചർ സിനിമയുടെ മേക്കറാണ്. പോട്ടെ, അത് വിട്ടേ. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ സിനിമ കാണാൻ ആളുണ്ടെങ്കിൽ ഇവിടത്തെ അമ്മയെ ഏത് കണ്ടേലും ഞാൻ മെമ്പറാവാൻ തയ്യാറാണ്. അതല്ല എന്നെ ഒറ്റപ്പെട്ട ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമില്ല. താങ്കൾ ഇങ്ങനെ ഇരുന്നിട്ട് മലയാള സിനിമയുടെ ആധികാരികത, മലയാള സിനിമയിലെ ചോദ്യം ചെയ്യുന്ന കാണുമ്പോൾ എല്ലാതരം പ്രേക്ഷകരുടെയും പ്രതികരണം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. താങ്കൾ ഇപ്പോൾ എന്താണ് താങ്കളെ പറ്റി സ്വയം വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, എന്റെ അടുത്ത സിനിമയായാലും ഒരു ക്രൗഡ് ഫുഡിങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ആളുകൾ തിരിച്ചോ കരഞ്ഞോ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യന്റെ സിനിമയെ എടുക്കാവുന്ന വാശിയൊന്നുമില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്ക് സിനിമ എടുക്കാം. അത് ഇവിടുത്തെ ഇന്ത്യൻ സെൻസറോട് എനിക്ക് തന്നാൽ ഞാൻ സിനിമ എടുത്തിരിക്കും. ഇഷ്ടമുള്ള പുതിയ മറ്റുള്ള കണ്ടാൽ അത് ഫോക്കസ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. ഇഷ്ടമുള്ള കണ്ടാൽ എന്റെ അടുത്ത സിനിമ വരും, അത് രൂപയിട്ട് ആവുകയും ചെയ്യും. ഇവിടെയുള്ള ചോദ്യം നടക്കുന്നത് ചോദ്യം നല്ല നടക്കേണ്ടത്. ഈ സിനിമ എന്താണ് അർഹിക്കുന്നത്? ഈ സിനിമ അർഹിക്കുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്ഥാനം ചൗധരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി വിമർശനത്തോടുകൂടി കേരളത്തിലെ പ്രബുദ്ധരായ യുവജനങ്ങൾ ഈ സിനിമ കണ്ട് തെറി വിളിച്ച് ഞങ്ങൾക്ക് വരുന്ന ഒരു എന്താ പറയാ വാണിംഗ്. പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനുള്ള ബാധ്യത പ്രേക്ഷകർ വിശ്വസിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കുണ്ട്. നിങ്ങളതെങ്ങനെ എടുക്കാൻ കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് പറയാനുള്ളതാണ്, എനിക്ക് ഈ വരുന്ന പിള്ളേരോട് ഇവരോട് എല്ലാവരും പറയാത്ത കാര്യമുള്ളൂ. ഇതുപോലൊരു അവസ്ഥയിലാണ് കന്നഡയിൽ കന്നഡ പടം ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ അവിടുത്തെ മറാഠി ചിത്രങ്ങളില്ലാതായത്. കാരണം ഇപ്പൊ തന്നെ നമ്മള് തമിഴ്നാട് കയറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ദീപാവലിക്ക് ഇവിടെ 3 പടങ്ങൾ. അത് എനിക്കൊക്കെ വളരെ വിഷമമാണ്. ഇപ്പൊ എല്ലാം അടക്കി വാഴുന്നത് തിയേറ്ററുകാരാണ്. അവർ മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്നു. നാളെ അവർ പറയാണ് സന്തോഷ് പണ്ഡിറ്റിനെ പറഞ്ഞ ആൾക്കാരുടെ പടം മാത്രം കളിക്കോളൂ എന്ന് ഞങ്ങൾ സഹായമാണ്. പിന്നെ എന്തൊരു ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്ന് കയറി പച്ച പിടിച്ചൊക്കെ വരണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കൂടി ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. സ്തുതിയും നിന്നാസ്തുതിയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരികയെന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥിതി. സന്തോഷ് പണ്ഡിറ്റ് കുറച്ചത് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇത് വ്യാപകമായിട്ടുള്ളൊരു രോഗമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ തന്നെ ട്രെയിലർ അല്ലെങ്കിൽ സിനിമാ ഭാഗത്ത് നമ്മളൊരു കോട്ട് വെച്ച് കഴിഞ്ഞാൽ വാല് കൊണ്ട് നാണം മറക്കാനാവില്ല. പക്ഷെ അതിനോട് ചേർത്ത് തന്നെ നമ്മൾ പറയേണ്ടി വരും. എങ്ങാണ്ട് ഒരിടത്ത് ആല് മുളച്ചു കഴിഞ്ഞാൽ അത് തണലുമാവില്ല. സ്കൂളിരിക്കുക ഒരു പ്രാന്തനങ്ങ് കാണിച്ചു പോയാൽ നമ്മളൊന്നും കഴിക്കുക എന്ന് പറയും. അതിനാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് മറുപടി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേ അടിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞ ഒരു ചെറുപടി ഷോർട്ട് ചെയ്തതാണ്. പണം എത്ര മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ മുടക്കി പോയാൽ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ മുടക്കി പൈസ എനിക്ക് കിട്ടിയാൽ മതി. ആ രീതിയിലുള്ളൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വളരെ ഈ തോട്ട് ആൻഡ് പേപ്പർ അതുപോലെ ട്രാഫിക് അതുപോലെ സിനിമകളോട് കൂടിയിട്ട് ഇവിടെ എന്റെ ഒരു കൊച്ചു കഥ അല്ലെങ്കിൽ എന്റെ എനിക്ക് ഇദ്ദേഹം മതി ഹീറോ അല്ലെങ്കിൽ ഇദ്ദേഹം മതി ഹീറോ ആ പടങ്ങൾ എടുക്കാൻ ചാനലുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി സിനിമ മാറും. നേരത്തെ മൈന്ദിലാസം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞു. എന്നെ ഇത്രയേറെ ആകർഷിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല. യുവാക്കളിൽ 5% കണ്ടിരുന്നെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ഇതുപോലെ കോപ്രായം ഉണ്ടാക്കുന്നത്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങൾ ഞങ്ങളൊരു അപായമണിയായി കണ്ട് മലയാള സിനിമ വേണ്ട തയ്യാറെടുപ്പുകളോട് പ്രതിരോധിക്കണോ, അതോ തീർത്തും അവഗണിച്ച് മാറ്റി നിർത്തണം? സന്തോഷ് പണ്ഡിറ്റിന്റെ പണിയെ അടങ്ങൂ. സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ലോകത്തിന്റെ സിനിമ വരുമല്ലോ, ഞങ്ങൾക്ക് പണിയില്ലാതാവുമല്ലോ, അയാൾ പുതിയമുഖത്ത് ചാൻസ് കൊടുക്കുന്നതുകൊണ്ട് എനിക്കിട്ട് പാറ പണിയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് വേഴ്സസ് മലയാള സിനിമ എന്ന് വരും. എന്റെ സിനിമകൾ കിടും. സോ എന്റെ സിനിമയ്ക്ക് ആളുള്ളിടത്തോളം കാലം ഞാൻ സിനിമ ചെയ്യും. ആ സിനിമ എന്നാണ് ജനങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് അന്ന് ഞാൻ പരിപാടി അവസാനിപ്പിക്കും. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ഞങ്ങൾക്ക് ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് 50 രൂപ കിട്ടുന്നു. അത് മതി എനിക്ക്. ഞാൻ എഴുതുന്നത് മതി. നമുക്ക് പക്ഷേ അത് പോരല്ലോ. ഈ കൃഷ്ണന്റെ ആദ്യം കാണാൻ തിയേറ്ററിലേക്ക് ആളുകൾ ഓടുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രേക്ഷകരിൽ നിന്നുള്ള അപായ സൂചനയായി വേണമെങ്കിൽ സിനിമാ ലോകത്തിന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നു. ഓഡിയൻസിന് അവരുടെ സെയിം അവകാശം ഓഡിയൻസിനുണ്ട്. അവർ എന്ത് കാണണം തീരുമാനിക്കാം. പ്രേക്ഷകർ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പങ്കുവെക്കാനോ ചൂണ്ടിക്കാട്ടാനോ ഇല്ല. കാരണം പ്രേക്ഷകർ തന്നെയാണ് സിനിമയിൽ ഈ സിനിമയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ യാഥാർത്ഥ്യത്തെ പറയുന്നതും തിയേറ്ററുകളിൽ കൂവിയാക്കുന്നവരിൽ നിന്നല്ല ഒരു സിനിമ എന്താണ് എന്ന് മലയാള സിനിമ തിരിച്ചറിയുന്നത്. എന്തു തന്നെയാണെങ്കിലും മലയാള സിനിമയുടെ ഭാഗമല്ല. മലയാള സിനിമ ഇത് കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാലും
ചെറുതായെങ്കിലും എവിടെയോ ആത്മവിശ്വാസത്തിന് ഉലച്ചിൽ തട്ടുന്ന ഒരു തട്ട് കൃഷ്ണനും രാധയും നൽകുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇന്ന് എവിടെ പോകണം?